ഓൾ എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഗ്ലോബൽ മാർക്കറ്റ് വലിയ ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെയാണ് കടന്നു പോകുന്നത്. ഓവർനൈറ്റാണ് എല്ലാം സംഭവിക്കുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ 5 ദിവസമായിട്ടുള്ള കണ്ടിന്യൂസ് പോസിറ്റീവായിട്ടൊരു ക്ലോസ് ആണ് നടത്തിയത്. എന്നാലോ അസെഞ്ചർ, യു എസിലെ IT കമ്പനിയായിട്ടുള്ള അസെഞ്ചറിൻ്റെ റവന്യൂ ഫോർകാസ്റ്റുകൾ വന്നു. അപ്പോൾ അവരുടെ റവന്യൂ ഫോർകാസ്റ്റ് അത് മോശമായത് കാരണം അസെഞ്ചർ 17% ഇടിവ് രേഖപ്പെടുത്തി. അത് കാരണം നമ്മളുടെ ഇൻഫോസിസും 10% ഇടിവ് രേഖപ്പെടുത്തി. വിപ്രോയും 3% ഇടിവ് രേഖപ്പെടുത്തി. അതിനുശേഷം ആവട്ടെ US മാർക്കറ്റ് തിരിച്ചു കയറി. കാരണം ഇറാനായിട്ടുള്ള ആ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് തിരിച്ചു കയറി. എസ്പെഷ്യലി നാസ്ഡാക്ക് 700 പോയിൻ്റാണ് നാസ്ഡാക്ക് ഫ്യൂച്ചർ കറൻറ്റ്ലി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ആ ഒരു പോസിറ്റിവിറ്റി, അതായത് ഒരു ഗ്യാപ്പ് അപ്പ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചേഞ്ച് ആയേക്കാം. പക്ഷേ ആസ് ഓഫ് നോ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 24,200 ഞാനിപ്പോൾ ന്യൂസ് റീഡ് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി 24,000 ആണ് ഉള്ളത്. മേ ബി ഒരു ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കുമോ ഇപ്പോൾ ഈ സമയം വരെ ഉള്ളത്. ചേഞ്ച് ആയേക്കാം. കാരണം ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ തിരികെ വന്നു. US ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും തിരികെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ US വിക്സ് ക്രാഷ് ചെയ്ത് 13 എത്തി. നാസ്ഡാക്ക് ആവട്ടെ ഇന്നലെ അവിടെ 500 പോയിന്റ് റാലി രേഖപ്പെടുത്തി. ഡോയും പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റിൽ FTSE UK മാത്രം 100 പോയിന്റ് ഇടിഞ്ഞു. ജർമ്മനും ഫ്രാൻസും പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്ത നെക്കി ജപ്പാൻ മാർക്കറ്റ്, കോസ്പി കൊറിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ കാണാം 700 പോയിന്റ് അപ്പായി 30,000 എത്തി നാസ്ഡാക്കിൻ്റെ സ്പോട്ട്. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ കാണാം. ഡോ ഫ്യൂച്ചർ പ്ലസ്സിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്, സിൽവർ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്, ബിറ്റ് കോയിനും ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്. ബ്രന്റ് ഓയിൽ എന്നാൽ 80 താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസ് കാണാം അവിടെ 10% ഇടിവ്, വിപ്രോയും 3% ഇടിവ്. ഇത് US സ്റ്റോക്കുകളാണ്. ഏറ്റവും ടോപ്പിൽ കാണാം അസെഞ്ചർ 17% ഇടിവ് ഉണ്ടായിരുന്നു. ഇനി ഇറാൻ ഇഷ്യൂയിലേക്ക് വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. 110 ദിവസത്തെ നീണ്ട സംഘർഷം. അങ്ങനെ 60 ദിവസത്തെ ചർച്ചകളിലേക്ക് പോവുകയാണ്. ഹോർമുസ് വീണ്ടും തുടക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ക്രൂഡ് പ്രൈസ് താഴെ പോകുന്നത്. ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര സമിതിക്ക് പരിശോധന നടത്താനായിട്ട് ഇറാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ UN-ൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായിട്ടുള്ള IAEAക്ക് പരിശോധനയ്ക്ക് അനുമതി കൊടുക്കുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ ആ ഒരു കോൺട്രാക്ട് MOU ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നൊരു സിനാരിയിലാണ് ഉള്ളത്. പക്ഷേ എവിടേക്കോ ഒരു അവ്യക്തതയുണ്ട്. ഒന്ന് കെയർഫുൾ ആവുക. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ICICI ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഇത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകളാണ്. അതിന് മുമ്പ് നമ്മളുടെ ഈ മാസം അവസാനമാണ് നമുക്ക് കൊച്ചിയിലും കോഴിക്കോടും നമ്മുടെ ക്ലാസ് ഉള്ളത്. ബേസിക്കും ഓപ്ഷൻ്റെയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്. ഇനി വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും പഠിക്കാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ICICI പ്രൊഡൻഷ്യൽ അവിടെ സ്റ്റോക്കുകളുടെ ലോക്കിൻ പീരീഡ് തീരുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. റിലയൻസിൻ്റെ AGM ഇന്ന് തുടങ്ങും. റിലയൻസിൻ്റെ ജിയോ എല്ലാം തന്നെ സെപ്പറേറ്റ് കമ്പനിയായിട്ട് വരുമോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ അറിയാം. HDFCയുടെ ചെയർമാൻ്റെ എക്സ്റ്റൻഷൻ RBI അപ്രൂവ് കൊടുത്തു. വിപ്രോ പുതിയ AI സിസ്റ്റം അവർ ലോഞ്ച് ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓൾഡ് ട്രക്ക് എല്ലാം തന്നെ മാറ്റി പുതിയത് വരുത്താനായിട്ട്. HCL ടെക്കും അവർ പുതിയ AI ലോഞ്ച് ചെയ്തു. ഭാരത് ഫോർജ് കമ്പനി അവർ US മിലിറ്ററി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കല്യാണി ഫോർജ് ഭാരത് ഫോർജിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഭാരത് ഫോർജ് US മിലിറ്ററി ആയിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇമാജിക്ക എൻ്റർടൈൻമെൻറ്റ് അവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ടെമ്പററി അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഡാമിൽ നിന്നുള്ള വെള്ളമാണ് എടുത്തതെന്നൊക്കെയുള്ള ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ലൈഫ് സയൻസ് കമ്പനി
കമ്പനി പുതിയൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി ചെന്നൈയിൽ ഓപ്പൺ ചെയ്തു. ആംബർ എൻ്റർപ്രൈസസ് കമ്പനി ഒപ്പോയായിട്ട് കൊളാബ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഒപ്പോ മൊബൈലായിട്ട്. ഡാംബർ ബയോ ഓർഗാനിക് കമ്പനിക്ക് ഒരു പുതിയ പർച്ചേസ് ഓർഡർ കിട്ടി. കൈനറ്റിക് എനർജി കമ്പനിക്ക് പുതിയൊരു ഡീലർഷിപ്പ് കമ്പനി സൈൻ ചെയ്തു. ഹിലിക്കസ് കമ്പനിക്ക് ഒരു പുതിയ കോൺട്രാക്റ്റ് കിട്ടി. സുമിത് ഇൻഡസ്ട്രീസിന് അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണുള്ളത്. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.